ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ. അതോടൊപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും ധ്യാനിക്കണം, മനസ്സിലാക്കണം, പഠിക്കേണ്ടത് പഠിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. അങ്ങനെയാണ് നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറാൻ നമുക്ക് സാധിക്കുക. നമ്മളിന്ന് ചിന്തിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകണം. നല്ല ഹൃദയമുള്ളവർക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം ക്ഷമിക്കുന്നവരായി മാറാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമുക്കറിയാം, ക്ഷമയ്ക്ക് ഉദാത്ത മാതൃക എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വചനം എടുക്കുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി അവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു. യേശു മാതൃകയായി മാറിയ ഒരുപാട് വിശുദ്ധരെ, അവനെപ്പോലെ തന്നെ ക്ഷമിക്കാൻ സാധിച്ച പല വിശുദ്ധരെക്കുറിച്ചും ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 25, 21, 22 വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിന്റെ ശത്രുവിന് പോലും വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം, ദാഹിക്കുമ്പോൾ ജലം കൊടുക്കണം. അത് അവരുടെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. എങ്ങനെയാണ് പാപികളെ മാനസാന്തരപ്പെടുത്തേണ്ടത്? കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. എങ്ങനെയാണ് നമ്മുടെ ശത്രുക്കളെ മിത്രമാക്കേണ്ടത്? കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അവർക്ക് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കുക, ദാഹിക്കുമ്പോൾ ജലം കൊടുക്കുക. അത് അവരെ മാനസാന്തരപ്പെടുത്തും. മാത്രമല്ല, കർത്താവ് നിനക്ക് തക്ക പ്രതിഫലം നൽകിയിരിക്കും. ഇത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ക്ഷമിക്കുക എന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിച്ചിരിക്കണം എന്നുള്ളത് നമ്മുടെ തന്നെ ആവശ്യമാണ്. അതല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ, പലവിധ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11:25 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ആരോടെങ്കിലും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, രമ്യതപ്പെടണം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിലെത്തും. ലൂക്കാ 6-ാം അധ്യായം 37 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെടും. പറയുണ്ട്, ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 18:35 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ പിതാവായ ദൈവം അപ്രകാരം തന്നെ നിന്നോടും പെരുമാറും. പറയുണ്ട്, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ, ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കാൻ, കർത്താവ് ക്ഷമിച്ചത് അനുഭവേദ്യമാകാൻ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഹൃദയപൂർവ്വം പരസ്പരം നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. മത്തായി 5:43 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? അത് ചുങ്കക്കാരും പാപികളും ചെയ്യുന്നതാണ്. പക്ഷേ നിന്റെ ശത്രുക്കളോട് പോലും നീ ക്ഷമിച്ച് നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന വളരെയേറെ ഫലമുള്ളതായിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനായി, മകളായി മാറും. 2 കൊരിന്തോസ് 2-ാം അധ്യായം 10-11 വചനങ്ങൾ എടുക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവ് ആരോടെല്ലാം ക്ഷമിക്കുന്നോ ഞാനും അവരോടെല്ലാം ക്ഷമിക്കും. അതല്ലെങ്കിൽ സാത്താൻ അതെടുത്ത്, ഞാൻ ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥയെടുത്ത് എനിക്കെതിരെ കെണിയൊരുക്കും. അത് വരാതിരിക്കാൻ ഞാൻ എല്ലാവരോടും ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്ത ആരുണ്ട്? അങ്ങനെയെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രഭാഷകൻ 28:2-3 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, 2-ാമത്തെ വചനം, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിന്മകൾ കർത്താവ് ക്ഷമിക്കും. അയൽക്കാരനോട്
പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാനാകുമോ? വീണ്ടും പ്രിയപ്പെട്ടവരെ, വീരോചിതമായ ക്ഷമയെക്കുറിച്ചും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മുടെ ഹൃദയം അതുപോലെ വളരണം, ശരിയായി പ്രവർത്തിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ജോബ് 42:10 മുതൽ വായിക്കുമ്പോൾ ജോബിനെ പരിഹസിച്ച, ദ്രോഹിച്ച വ്യക്തികൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിക്കുന്നു. സംഖ്യ 12:13 വായിച്ചാൽ വീരോചിതമായ ക്ഷമ, തനിക്കെതിരെ സംസാരിച്ച മിർയാമിന് വേണ്ടി അവൾ കുഷ്ഠരോഗിയായപ്പോൾ ഉള്ളൊരുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശയെ കാണാൻ പറ്റും. 1 സാമുവേൽ 24-26 അധ്യായങ്ങൾ എടുക്കുമ്പോൾ തന്നെ കൊല്ലാൻ അവസരം നോക്കി നടന്ന സാവൂളിനെ വകവരുത്താൻ അവസരം കിട്ടിയിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതിരുന്ന ദാവീദിനെ കാണാൻ പറ്റും. വീരോചിതമായ ക്ഷമ. ഉൽപ്പത്തി 50:20 വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ സഹോദരങ്ങൾ അവനെ ഒരുപാട് ദ്രോഹിച്ചെങ്കിലും അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവുമില്ല, ഇത് നിങ്ങളായിട്ട് ചെയ്തെന്നല്ല ഞാൻ കാണുക, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ്, അതിൻ്റെ ഫലമായി ഞാൻ കുറച്ച് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 7:60 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, കല്ലെറിയപ്പെട്ടപ്പോൾ സ്തേഫാനോസ് എറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അവരോട് ക്ഷമിച്ച് ഭാഗ്യമരണം പ്രാപിക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ നമുക്കും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. അതിനെ ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കണം. അതിനാവശ്യമായ കൃപയ്ക്കായി നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത് അളവ് വിട്ടുള്ള ഫോൺ ഉപയോഗം, അത് തിരുത്തപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.